ചെന്നു ആ ലൂബിക്ക് പൊട്ടിക്കാറായി ഒക്കെ പഴുത്തു തുടങ്ങി. ഞാൻ പറയാനിരിക്കായിരുന്നു. ഇത്തവണ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പൊട്ടിച്ച് അച്ചാറിടുക അല്ലേ? ഞാൻ പാത്രം വേണ്ട. സംഗതി ചെറിയ മരമാണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ. നോക്കിയേ, പഴുത്തെടുക്കണല്ലേ? നിറച്ച് പുളി ഉറുമ്പുണ്ട് കേട്ടാ, സൂക്ഷിച്ച് പൊട്ടിക്കണം. അതുണ്ടാവും, ഇങ്ങനത്തെ ചെടിമഴൊക്കെ ഉണ്ടാവും. മതി ചെന്നു, ഇഷ്ടം പോലെ ഇന്നാളെ പൊട്ടിക്കാം. ഞാനപ്പോ ഇത് അച്ചാറിടാൻ നോക്കട്ടെ. ഇഷ്ടം പോലെ ഉണ്ടായില്ല. ഉപ്പിലിട്ടോ അത് കഴുകിട്ട്. ചെന്നു കാക്ക വരുന്ന വിളിക്കണ്ടല്ല. വിരുന്ന് വിളിക്കേ? കാക്കയ്ക്ക് വല്ല വിശന്നിട്ട് കേട്ടില്ലേ? അത് വിരുന്ന് വിളിക്കുന്നതാണോ? ആര് വരാനതിന്? നമ്മൾ കഴിഞ്ഞ ആഴ്ചയല്ലേ ഗീതരെ മോളുടെ കല്യാണത്തിന് എല്ലാവരും കണ്ടത്. പിന്നെ അമ്മയാണ് വരാറ്. അമ്മ കഴിഞ്ഞ മാസം വന്ന് പോയിട്ടല്ലേ ഉള്ളൂ. അതൊക്കെ വെറുതെ ആയിരിക്കുള്ളൂ. ഒരു മുന്നറിയിപ്പില്ലാണ്ട് കിടാങ്ങളെ കാണണമെന്ന് പറഞ്ഞ് വിചാരിക്കുന്നു കുറച്ച് ദിവസമായി. ഇപ്പഴാ സൗകര്യപ്പെട്ട അപ്പം ഇങ്ങോട്ട് പോകുന്നു. എല്ലാവരും ഇല്ലേ ഇവിടെ? എല്ലാവരും ഉണ്ട്. അതെ, അപ്പൊ ഒന്ന് കാണാലോ. കാക്ക വരുന്നു വിളിക്കണപ്പോ പറഞ്ഞോളൂ ഞാൻ. അതപ്പൊ ഞാൻ എനിക്ക് വേണ്ടിട്ടാവും വിളിച്ചത് അല്ലേ? കാക്ക വരുന്നു വിളിക്കണ്ട്. അത് നന്നായി. അമ്മ രാവിലെ കാക്ക വിരുന്ന് വിളിച്ചപ്പോ ചേട്ടൻ പറഞ്ഞോളൂ. കിടാങ്ങളെ കാണാന്ന് വെച്ചിട്ടൊന്ന് പോന്നതാ. നന്നായി, വായോ. ചായ കുടിക്കാം. അയ്യോ, പാൽ ചായയാണോ? അമ്മക്ക് പാൽ ചായ ഇഷ്ടല്ലേ? കട്ടൻ ചായ മതിയായിരുന്നു. കഫക്കെട്ടുണ്ട് കുറേശ്ശിയായി. അതിനിപ്പോ സാരില്ല, അത് എന്തായാലും കൊണ്ടുവന്നില്ലേ, അപ്പൊ ഞാൻ കുടിച്ചോളാം. ഇനിയിപ്പോ കട്ടൻ വെക്കണ്ട കേട്ടാ. ബീറ്റ്റൂട്ടാണോ അന്ന് കറി? അതെ അമ്മ. ശരി. നീ ധാരി നാളേരം ചൊരുക്കണ ഇവനെ കൊണ്ടാണോ നീ നാളേരൊക്കെ ചൊരിക്കണേ? ഞാനൊക്കെ 5-10 പേർക്ക് ഒറ്റയ്ക്ക് ഞാനെല്ലാം ചെയ്തൊക്കെ എല്ലാ പണിയും വീട്ടിൽ ചെയ്തിരിക്കുന്നത്. അമ്മ ഞങ്ങൾ അടുക്കള കയറ്റാറുണ്ടായില്ലേട്ടാ. അടുക്കള കയറ്റൂല അമ്മ, അമ്മ തന്നെ എടുക്കും പണിയൊക്കെ. അത് പിന്നെ അമ്മ, അത് പണ്ടത്തെ കാലല്ലേ. ഇപ്പം എല്ലാവർക്കും ജോലിയും തിരക്കൊക്കെ അല്ലേ, അതാണ് ഒരു അഡ്ജസ്റ്റ്മെന്റ്. അത് ശരിയാ, ഇപ്പോഴത്തെ കാലം അങ്ങനെയാ. അമ്മ, ഞങ്ങൾ പോയിട്ട് വരാട്ടാ. എവിടേക്കിന്നെ മക്കളെ? ഞങ്ങൾ വീട്ടു സാധനങ്ങൾ മേടിക്കാൻ. അപ്പോൾ രണ്ടാളും കൂടെ പോണ? ലിസ്റ്റ് കൊടുത്ത് വെച്ചപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതേ, ലിസ്റ്റിൽ ചിലപ്പോൾ ചിലതൊക്കെ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളത് കാണുമ്പോഴേക്കും ഓർമ്മ വരാം. നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടാ. പോയിട്ട് വരാം. അതെ, വണ്ടി ഒന്ന് നിർത്തിയേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെ, എന്താണ് അമ്മ എപ്പോഴും ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നത്? അത് കുറ്റമൊന്നുമല്ല, അത് അവരുടെ രീതിയല്ലേ. എന്നാൽ എന്ത് ചെയ്താലും എന്താണ് കുറ്റം പോലെ പറയണത്? അത് നമുക്ക് തോന്നണാണ്. അത് അവരങ്ങനെ മനസ്സിൽ അങ്ങനെ ഒരു കുറ്റം പറയണമെന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്യണമല്ല. അവരങ്ങനെ ചോദിക്കണമെന്നുള്ളൂ. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്നൊക്കെ അത് അവർ ശീലല്ലേ, അതാണ്. അല്ലാണ്ട് വേറെ ഒന്നും വിചാരിക്കണ്ടേട്ടാ, വേറെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അങ്ങനെയായിരിക്കും അല്ലേ? അതങ്ങനെയാണ്, അത് കാരണന്മാരല്ലേ, നമ്മ അത്ര കാര്യമാക്കി എടുക്കണ്ടേട്ടാ. ശരി.